T20 കിരീടത്തിനരികെ ടീം ഇന്ത്യ ന്യൂസിലാൻഡിന് 8 വിക്കറ്റ് നഷ്ടം. അക്സർ പട്ടേലിനും ജസ്പ്രീത് ബുംറയ്ക്ക് 3 വിക്കറ്റ്. ഹരി ഗോവിന്ദൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഹരി, വിജയിച്ചു എന്ന് നമുക്ക് ഏകദേശം പറയാം. 20 പന്തിൽ 110 റൺസാണ് ഇനി ന്യൂസിലാൻഡിന് വേണ്ടത്. തികച്ചും അസാധ്യമായ ഒരു മത്സരം. ടീം ഇന്ത്യ വിശ്വം ജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഒരു ടെക്നിക്കലി ഒരു കൺഫർമേഷൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. തികച്ചും ഏകപക്ഷീയമായി പോയിട്ടുണ്ടോ ഈ മത്സരം? അനീഷ, തീർച്ചയായും ചരിത്രം പിറക്കാൻ ഈ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യ ആ കിരീടം, T20 ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള ഏറ്റവും അവസാന നിമിഷങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3ാം ലോക കിരീടത്തിന് തൊട്ടരികിലെത്തി ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയത് മുതൽ തന്നെ ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ് ഈ മത്സരമുള്ളത്. തുടക്കം തന്നെ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഒരു ഗംഭീര തുടക്കം ഇന്ത്യക്ക് നൽകുന്നു. അഭിഷേക് ശർമ്മയുടെ നമുക്കറിയാം, ഈ ടൂർണമെന്റിന്റെ മോശം പ്രകടനത്തിന് ശേഷം അഭിഷേക് ഫൈനലിൽ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. സഞ്ജു സാംസണെ കുറിച്ച് പറയുമ്പോൾ 100 വാക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ ലോകകപ്പ് കിരീട ഫൈനലിൽ ഇന്ത്യ കളിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകിയത് സഞ്ജു സാംസണാണ്. സഞ്ജുവിൻ്റെ ചിറകിലേറി തന്നെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ചിറകിലേറി തന്നെ ഇന്ത്യ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ കിരീടം നേടാൻ അല്പസമയങ്ങൾ മാത്രം ബാക്കിയുണ്ട്. നമുക്കറിയാം, കിരീടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ ടെക്നിക്കൽ കൺഫർമേഷൻ മാത്രമാണ് ഇനി ആവശ്യമായുള്ളത്. നമുക്കറിയാം, മലയാളി മുത്തം വീണ്ടും കിരീടത്തിൽ ഒരു മലയാളി മുത്തം വരുന്നു എന്നുള്ളതാണ്. ശ്രീശാന്തിന് ശേഷം സഞ്ജു സാംസ്കൃത വീണ്ടും ആ കിരീടത്തിൽ മുത്തമിടാൻ പോവുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ സഞ്ജു മുത്തമിട്ടെങ്കിൽ പോലും അന്നൊരു കോൺട്രിബ്യൂഷൻ സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇക്കുറി ടീമിലേക്ക് എത്തുന്നു. ഏറ്റവും നിർണായകമായ പ്രകടനം തൻ്റെ രാജ്യത്തിന് വേണ്ടി നൽകുന്നു. രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ നായകനായി സഞ്ജു മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനപ്പെട്ട നിമിഷം. താങ്ക് യു ചേട്ട എന്ന് മലയാളികൾ ഒന്നാകെ പറയുന്നു, ഇന്ത്യ ഒന്നാകെ പറയുന്നു. ഏറ്റവും അനിവാര്യമായ സമയത്ത് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് ആ പ്രകടനം വരുന്നു. അങ്ങനെ ഒരു ഒത്തിണക്കത്തോടു കൂടിയുള്ള ഇന്ത്യൻ പ്രകടനം ഈ കിരീടം അനായാസം ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. കിവീസിന് ഇന്ത്യക്ക് മുന്നിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. 256 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കിവീസിന് തുടക്കം തന്നെ പാളുന്ന കാഴ്ചകളാണ് നമ്മൾ. കിവീസിൻ്റെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര മനോഹരമായാണ് ഇന്ത്യൻ താരങ്ങൾ ഈ മത്സരത്തിൽ പന്തെറിഞ്ഞത്. തുടക്കം ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും ചേർന്ന് മികച്ച രീതിയിൽ പന്തെറിയുന്നു. ഏറ്റവും എടുത്തു പറയുന്നത് അക്ഷർ പട്ടേലിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഈ മത്സരം ബുംറ നന്നായി എറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അർഷ്ദീപിനും ഹർദിക് പാണ്ഡ്യയ്ക്കും അത്യാവശ്യം റൺസ് കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അക്ഷർ പട്ടേൽ ആ ഇടം കൈയുമായി എത്തുന്നു. 2 നിർണായക വിക്കറ്റുകൾ അദ്ദേഹം തുടക്കം തന്നെ സ്വന്തമാക്കുന്നു. ടീം സൈഫേർട്ട് ഒരു മികച്ച ഇന്നിംഗ്സ് ന്യൂസിലൻഡിനായി കളിച്ചു. അദ്ദേഹം 26 പന്തിൽ 52 റൺസ് നേടി പുറത്തായി. ഇഷാൻ കിഷൻ്റെ ഒരു മനോഹരമായ ക്യാച്ചാണ് ടീം സൈഫേർട്ടിനെ പുറത്താക്കിയത്. വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് നേടി. വരുൺ ചക്രവർത്തി ആ വിക്കറ്റ് നേട്ടത്തോടുകൂടി ഈ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് നേട്ടക്കാരൻ എന്നുള്ള നേട്ടത്തിലേക്ക് എത്തി. 14 വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 2ാം സ്ഥാനത്തുള്ളത് അമേരിക്കയുടെ വാൻ ഷാൽക്കിക്കാണ്. ഇപ്പോൾ വരുൺ ചക്രവർത്തി ആ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. രച്ചിൻ രവീന്ദ്രയ്ക്കും ബുംറയ്ക്കും മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷന്റെ ഒരു മനോഹരമായ ക്യാച്ച് വീണ്ടും രച്ചിൻ രവീന്ദ്രയെ പുറത്താക്കുന്നു. ഫിന്നലെ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചപ്പോൾ ന്യൂസിലൻഡിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറിയ ഫിന്നലൻ ഈ മത്സരത്തിൽ മറുപടിയില്ലാതെ 9 റൺസ് നേടി ഡഗ് ഔട്ടിലേക്ക് മടങ്ങുന്നു. തിലക് വർമ്മയുടെ കൈകളിലേക്ക് അക്ഷർ പട്ടേൽ ഫിന്നലൻ എത്തിക്കുന്നു. ഗ്ലെൻ ഫിലിപ്സിനും അക്ഷർ പട്ടേലിൻ്റെ ഇടങ്കയൻ സ്പിന്നിന് മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഡാരൽ മിച്ചൽ ചെറിയ 6 ഒക്കെ അടിച്ച് ന്യൂസിലൻഡിനെ കളിയിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഡാരൽ മിച്ചലിനും ആ മത്സരം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഭാഗത്തിന് ഒരു ഇന്നിംഗ്സ് കളിക്കാൻ കഴിയില്ല എന്നതാണ്. നായകൻ മിച്ചൽ സാന്നറും ജിമ്മി നീഷമും മാറ്റ് ഹെൻറിയും ഒക്കെ നിരാശപ്പെടുത്തി പുറത്തേക്ക് പോകുന്നു. ലോക്കി ഫെർഗൂസണാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. 17.2 ഓവർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 152 റൺസിന് 8 വിക്കറ്റ് എന്ന നിലയിലാണ് ന്യൂസിലൻഡ് ഉള്ളത്. ഇനി ന്യൂസിലൻഡ് ജയിക്കാൻ വേണ്ടത് 16 പന്തിൽ 104 റൺസാണ്. ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ കൈകളിൽ തന്നെ ആ മത്സരം ഭദ്രമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. സൂര്യകിരീടം എന്ന് നമുക്ക് പറയാൻ കഴിയും. സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ രോഹിത് ശർമ്മയ്ക്കും കപിൽ ദേവിനും അല്ലെങ്കിൽ MS ധോണിക്കുമൊക്കെ ശേഷം സൂര്യകുമാർ യാദവ് ലോക കിരീടത്തിൽ ഇന്ത്യൻ ടീമിനൊപ്പം മുത്തമിടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കിരീടം നേടുന്ന മറ്റൊരു നായകൻ കൂടിയായി സൂര്യകുമാർ യാദവ് മാറുന്നു. 3ാം ലോക കിരീടം ചരിത്രത്തിലേക്ക് ഇന്ത്യ നടന്നു കയറുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഒരു ടീമിന് 3 ലോക കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രവും ഇന്ത്യ തിരുത്തി കുറിക്കുന്നു. തുടർച്ചയായ 2 കിരീടം നേടുന്ന ഏക ടീമും ഇന്ത്യൻ ടീമാണ്. അതോടൊപ്പം തന്നെ ആതിഥേയർ കിരീടം കൂടിയിട്ടില്ല ഇതുവരെ. ഇന്ത്യ